പേരെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു കൃഷ്ണൻ എന്നാന്ന് പറഞ്ഞു. രുദ്രാക്ഷം ഇട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക ഡ്രസ്സാണ്. ആ ഫോട്ടോ ഞാൻ രഘുവിന് ഇട്ട് തരാം. ഗോപാലകൃഷ്ണൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. 600 വയസ്സിന് മേളിലുണ്ടെന്ന്. കൃഷ്ണ മഹാദേവ് സബ് ഏക് ഹേ മാതാജി, കൃഷ്ണനും ശിവനും ഒക്കെ ഒന്നാണെന്ന്. ഐ റിമെയിൻ ദി യൂണിവേഴ്സ് വിൽ മെർജ് ഇൻ മീ, ദെൻ വൈ യു ഫിയർ എന്നാണ് ബ്രഹ്മാവിനോട്. ബോധമാണ് നമുക്ക് പ്രപഞ്ചം ഉണ്ടെന്ന് കാണിക്കുന്നത്. ചത്ത ശവത്തിന് കിട്ടത്തില്ലല്ലോ. എനിക്കൊരു സംഭവം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ റിവീൽ ചെയ്യത്തില്ല. എന്തെങ്കിലും രാഹുൽ അവിടെ വരുവാണെങ്കിൽ കാണിക്കാം. എനിക്ക് ഭഗവാൻ മഹാദേവൻ ഒരു സംഭവം ആ ത്രിവേണിയിൽ നിൽക്കാം. ഈ വണ്ടിയിലിരുന്നവരെല്ലാം അതിശയിക്കുക. ഞാൻ ഒരു തുടം വെള്ളമല്ലാതെ ഒന്നും കുടിക്കുന്നില്ല ഈ 4 ദിവസം. ഇത്ര പേരെയാ കൊന്നത്, ആഹാരം ഇല്ലാഞ്ഞിട്ട്. ഒരു പയ്യനെ കൊന്നില്ലേ, ഇവൻ മുങ്ങുമ്പോൾ എൻ്റെ തലയെ വരുന്നത് ആ പാപം ഒന്ന് തീർക്കണേ എന്നാണ്. അപ്പം നമുക്കൊരു പട്ടികയുണ്ട് ഇവിടെ. അപ്പോൾ ഒരാൾ വന്ന് എൻ്റെ വൈഫ് പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കവടി വെക്കണ്ട, കാണാതെ പറയാം. ഇവൻ കഴിഞ്ഞ ജന്മം ആ കറക്റ്റ് 38ാമത്തെ വയസ്സിൽ വൈഫിനെ ചതിച്ചിട്ടുണ്ട്. അപ്പം അവൻ ഈ ജന്മത്തിൽ ഇത് അനുഭവിച്ചേ ഒക്കത്തുള്ളൂ. അവനൊന്നും പറയാതെ അയ്യോ അവൻ ഗുണവാനാണ്, അവൻ്റെ ഭാര്യ മോശമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചതുരവടി പ്രസൻറ്റ് ചെയ്താലും കുറിക്കൊണ്ട് അവനോട് ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോൾ അവൻ സത്യം പറയും, ഇതല്ലല്ലോ കാര്യമെന്ന് പറയും. അപ്പോഴവന് പറയും. ഇങ്ങനെ നമുക്കറിയാം, രോഗമാണേലും അറിയാം, എന്താണേലും അറിയാം. ഇത് വലിയ കാര്യമൊന്നുമല്ല. ഇത് നമ്മുടെ പൂർവാചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൂർവ്വദുരിതം പൂർവ്വജന്മം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട്. ആ ആത്മാവുണ്ടല്ലോ, ആത്മാവില്ലെങ്കിൽ എങ്ങനെയാ പ്രഭാകര സിദ്ധിയോഗി നമുക്ക് കിട്ടുന്നത്? അതല്ലേ പരകായ വിദ്യയിലൂടെ കാണിച്ചു തന്നല്ലേ ആത്മവസ്തു ഉണ്ടെന്നുള്ള ആ കണ്ടന്റ് ഇല്ലേ. സോൾക്ക് എന്ന് പറയുന്ന ഒരു കണ്ടന്റാണ് ഈ ബോഡിയുടെ, നമ്മുടെ യഥാർത്ഥ ചൈതന്യം. അപ്പം അങ്ങനെ എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഞാൻ ശാസ്ത്രത്തെ അവലംബിക്കും. ഞാനല്ലാതെ ഞാനൊരു ദിവ്യ സ്ത്രീയാണ്, ഞാനൊരു സിദ്ധപുരുഷിയാണ്, എല്ലാം എന്നിലൂടെ പഠനം. ശാസ്ത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തെ നിരാകരിക്കാൻ പറ്റത്തില്ല. ജ്യോതിശാസ്ത്രം കറക്റ്റായിട്ട് ശാസ്ത്രമാണത്. ആയുർവേദ ശാസ്ത്രം, ഇതെല്ലാം ശാസ്ത്രമാണ്. 6 ശാസ്ത്രങ്ങളും ഉപശാസ്ത്രങ്ങളും ഉണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. പ്രഭാകര സിദ്ധിയോഗി ഇതെല്ലാം പ്രൊമോട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്. ഈ വൈത്തീശ്വരം കോവിലിൽ ഓല എടുക്കുന്ന എല്ലാം കറക്റ്റാണ്. എൻ്റെ മകൻ്റെ വരെ ഞാൻ എടുത്ത് കൃത്യമായിട്ട് അവന് ജ്യോതിഷ പണ്ഡിതനാകുമെന്നും കഴിഞ്ഞ ജന്മം അവൻ ഇതായിരുന്നു ചെയ്തിരുന്നെന്ന് വരെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും, കുട്ടികളുടെ എല്ലാം. ആദ്യം നമ്മളുടെ വീട്ടിലുള്ളവരുടെ അല്ലേ നോക്കണ്ടേ, പിന്നെ എൻ്റെ നാട്ടുകാരുടെ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ അത് ഞാൻ കൺഫേംഡായി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ കം ടു ദി പോയിന്റ്. ഞാൻ പുസ്തകമുണ്ട്, അതിനകത്തേക്ക് വരിക. വന്നിട്ട് ഈ പ്രയാഗ്രാജ് കുംഭമേള എല്ലാവരും പോകുന്നു. അപ്പം 144 വർഷം കൂടി ലാസ്റ്റ് ആദ്യം ബുക്ക് ചെയ്ത് അവൻ എന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരു ടൂറിസ്റ്റ് ബസ്. അത് കഴിഞ്ഞപ്പം രക്ഷയില്ലല്ലോ, വീട്ടിലോട് ആരോടും പറയാതെ വേണ്ടേ പോകാൻ. ആരോടും പറയരുത്, പോയാൽ വിടുവോ? അവരെൻ്റെ ഏജല്ലേ നോക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് മേരി മാത എന്ന് പറഞ്ഞൊരു വണ്ടി പറഞ്ഞ് ബുക്ക് ചെയ്ത് ബസ്സാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഗോപാലകൃഷ്ണൻ പറഞ്ഞ എറണാകുളത്തു നിന്നൊരു അടുത്തിടെ വരുന്നൊരു ഭക്തനെ, പുള്ളിയും കൂടെ പറഞ്ഞ് ഞാനും വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 23,000 രൂപയ്ക്ക് ബുക്ക് ചെയ്തു. അപ്പോൾ അന്ന് വെളുപ്പിനെ ഒരാൾ വരുക അവിടെ 3 മണിക്ക്. ചേച്ചിയെന്ന് പറഞ്ഞ ഇരുട്ടത്ത് ഗേറ്റിൽ വിളിക്കുകയാണ്. ഞാൻ തന്നെ കിടക്കുന്നത്. അപ്പം പുറലത്തെ വീട്ടിൽ മോളുണ്ട്. അപ്പം ഒരു പൈസ വേണം, എൻ്റെ അമ്മ മരിക്കാൻ കിടക്കുന്ന, എനിക്ക് ഇച്ചിരി പൈസ വേണമെന്ന്. ഞാൻ തുറന്ന് എന്ന് മേശപ്പുറത്തിരുന്ന പൈസ എടുത്ത് കൊടുത്തു. അപ്പം പിള്ളേർ വിളിച്ച് പറയുന്നു വല്ല കള്ളനുമായിരിക്കും, തുറക്കരുതെന്ന് പറഞ്ഞു. ഞാൻ കൂടെ കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് വണ്ടിക്കൂലിക്കാന്ന് പറഞ്ഞു. അങ്ങോട്ട് നീങ്ങുന്നതും കണ്ട് പിന്നെ ആളെ കണ്ടില്ല. അന്ന് എനിക്ക് ഈ സീറ്റ് റിസർവ് ചെയ്തിട്ട് കൺഫേംഡായി. വെളുപ്പിനെ 3 മണിക്ക് വന്നത് ഗുരുനാഥൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വണ്ടിക്കൂലിയല്ലേ ചോദിച്ചത്, അത് കൊടുത്തു പോയി. ഉടനെ വണ്ടി റെഡിയായി. പിറ്റേന്ന് ഫെബ്രുവരി 22-ാം തീയതി ഇവിടുന്ന് പോവുകയാണ്. ബസ്സിൽ സത്യം പറഞ്ഞാൽ കാർ ഉപയോഗിക്കാതെ എനിക്കെങ്ങും പോകാനുള്ള മനസ്ഥിതിയുള്ള ആളല്ല. ഓച്ചിറ വരെ പോകണമെങ്കിലും കാറ് വേണം, അരിപ്പാട് വരെ പോകണമെങ്കിലും ഡ്രൈവറെ വിളിച്ച് 10-15 രൂപ. വേറെ ഒരു ലക്ഷറി അമ്മയ്ക്ക് വേണ്ട, സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യണം. അപ്പോൾ അരിപ്പാട് 2 കിലോമീറ്റർ വരെ പോകണമെങ്കിൽ ഉടനെ ഒന്നുകിൽ ഓട്ടോ അല്ലെങ്കിൽ കാറ്. ഞാൻ ആ വെളുപ്പിനെ ദക്ഷിണ വാങ്ങി ആ അവധൂത സ്വരൂപത്തിൽ വന്ന് ഭഗവാൻ പ്രഭാകര സിദ്ധിവന് പോയതിന് ശേഷം അപാരമായ ധൈര്യം. ഈ 4 സ്റ്റേറ്റ് കടന്നാണ് ഈ 78 വയസ്സായ ആൾ പോകുന്നുള്ള ഫീലിംഗ് എനിക്കില്ല. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്ന് എന്നെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൂടെ ആരും അക്കമ്പനി ചെയ്യാനില്ല. എൻ്റെ ആത്മാവിന് ബലം കിട്ടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ യാത്രയ്ക്ക് ആരെന്നെ അക്കമ്പനി ചെയ്യും? എൻ്റെ മനസ്സിങ്ങനെ അങ്ങോട്ട് എന്നെ ഫീഡ് ചെയ്യുക.
ധൈര്യമായിട്ട് പോയി. ഈ യാത്രയല്ല, നീ ഈ പ്ലാനറ്റിലെ ഒരു ഗസ്റ്റ് മാത്രമാണ്. നിന്റെ പ്ലാനറ്റ് ഇതല്ല, നീ ഇവിടം വിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇതൊരു ട്രയൽ എടുക്ക് പോകാൻ. മനസ്സാക്ഷി ഇങ്ങനെ എൻ്റെ ആത്മാവിങ്ങനെ പറഞ്ഞു ധൈര്യമായി. ആരും അറിയാതെ ഒരു ബാഗൊക്കെ റെഡിയാക്കി വെച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ വയറ്റിൽ ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടാണ്, വയറ്റിലെത്തി. ഈ വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ട്, മേരിമാത. ഞങ്ങൾ രണ്ടാളാണ് ആദ്യമായിട്ട് കയറുന്നത്. പിന്നെ കയറി 46 പേരോളം ആൾക്കാർ കയറി. യാതൊരു ചിന്തയും എനിക്കില്ല ഞാൻ കേരളത്തിൽ വിടാൻ പോകുകയെന്നോ, അല്ലെങ്കിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ എനിക്ക് വേറെ കുറേ ആളുകൾ എനിക്ക് കൂട്ടുണ്ടെന്നോ ഒരു ചിന്ത എനിക്കില്ല. ഞാൻ പോകുക, ഞാൻ അല്ലെങ്കിലും പോകണ്ടേ. അങ്ങനെ യാത്രയിൽ 4 സംസ്ഥാനം നടന്നു. ഈ 4 എൻ്റെ കൂടെയുള്ള MD പിന്നീട് പറയും അത്. കാര്യം ഞാൻ മാത്രം പറഞ്ഞാൽ ഒരു സാക്ഷ്യത്വമാകത്തില്ല. ഈ വണ്ടിയിലിരുന്നവരെല്ലാം അതിശയിക്കുക. ഞാൻ ഒരു തുടം വെള്ളമല്ലാതെ ഒന്നും കുടിക്കുന്നില്ല ഈ 4 ദിവസവും. ഞാൻ ധ്യാനനിരതയാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഗുരു എന്നിൽ പ്രവേശിച്ചിരിക്കുക. എനിക്ക് തന്നിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ, സീറ്റ് ഉള്ളതാണല്ലോ, അതിൽ ഞാൻ കിടക്കുക. താഴത്തെ ഇതിൽ ഞാൻ കിടക്കുക ഇരിക്കുക. ഈ ഒരു തടം വെള്ളം ഇവരെ പുറത്തുനിന്ന് നല്ല വല്ലതും കിട്ടുവാണെങ്കിൽ കൊണ്ട് തരുന്നല്ല. എനിക്ക് വെള്ളം കുടിക്കണമെന്നില്ല, യാതൊരു കുഴപ്പമില്ല. കുറച്ച് ഉറങ്ങും, ബാക്കി സമയം ധ്യാനിക്കും. ഇവരെയെല്ലാം ഞാൻ നാമം ജപിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ 4 സംസ്ഥാനം കടന്നു പോയിട്ടും എനിക്ക് ആരെയും ഞാൻ വിളിച്ചിട്ടില്ല, കോണ്ടാക്റ്റുകളില്ല, ആരുമായിട്ട് അറിയുന്നുമില്ല. ഇറങ്ങി 18 കിലോമീറ്റർ നടന്ന് ഞാൻ സെക്ടറിൽ പോയി. ഒന്നും അറിയുന്നില്ല, ബോഡി ഒന്നും അറിയുന്നില്ല. ബോഡി എവിടെയാണെന്നോ ബോഡിയുടെ മാറ്റങ്ങളൊന്നും അറിയുന്നില്ല. ഒരു എഫക്റ്റും ഇല്ല. നടന്നു പോയി. രാവിലെ ത്രിവേണിയിലേക്ക് പോയി. ത്രിവേണിയിലേക്ക് അത്രയും കിലോമീറ്റർ 18 കിലോമീറ്റർ നടന്ന് ത്രിവേണി പോയി മുങ്ങി. ത്രിവേണി പോയി മുങ്ങുമ്പോഴേ എൻ്റെ തലയിൽ നമ്മുടെ കേരളത്തിൽ എറിഞ്ഞു കൊന്നവന്, സത്യം ഞാൻ വീഡിയോ ഉണ്ട്, ആഹാരത്തിന് വേണ്ടിയിട്ട് എറിഞ്ഞു കൊന്ന എൻ്റെ സഹോദരന് വേണ്ടിയിട്ട് മാപ്പ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ കുടുംബത്തോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എത്ര പേരെയാണ് കൊന്നത് ആഹാരം ഇല്ലാഞ്ഞിട്ട്. ഒരു പയ്യനെ കൊന്നില്ലേ, ഇവൻ മുങ്ങുമ്പോൾ എൻ്റെ തലേ വരുന്നത് ആ പാപം ഒന്ന് തീർക്കണേ എന്നാണ്. ദൈവമേ, അങ്ങനൊരു പാപം തീർക്കാനാണ് ഇവിടെ 144 വർഷത്തിന് ശേഷം ഇങ്ങനെ മുങ്ങുന്നെങ്കിൽ ആഹാരത്തിന് ചോദിച്ച ഒരു കുഞ്ഞിനെ എറിഞ്ഞു വന്ന പാപം കേരളത്തിൻ്റെ തീർക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ മുങ്ങി. എനിക്കൊരു സംഭവം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ റിവീൽ ചെയ്യത്തില്ല. എന്തെങ്കിലും രാഹുൽ അവിടെ വരുവാണെങ്കിൽ കാണിക്കാം. എനിക്ക് ഭഗവാൻ മഹാദേവൻ ഒരു സംഭവം ആ ത്രിവേണിയിൽ നിന്ന് തന്നു. ഞാൻ പൊന്നുപോലെ കൊണ്ടുവന്ന് അവിടെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ അത് പറഞ്ഞാൽ എനിക്ക് തോന്നി ഇനി അവിടെയുള്ള മെമ്പേഴ്സിനെ അത് അന്വേഷിക്കുമെന്ന്, അത്രയ്ക്ക് കീപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് വന്നു, ഒരു അഘോരിയെ കണ്ടു. അഘോരിയെ ഒരു കല്ലെടുത്ത്, പത്തർലേവോ എന്ന് പറഞ്ഞു, കല്ലെടുത്ത് കൊടുത്തു. കല്ലിങ്ങനെ അടച്ചു വയ്ക്കാൻ പറ്റി. ആ കല്ലടച്ചു വെച്ച് സെക്കൻഡിനകം ഒരു രുദ്രാക്ഷമാണ് ഉണ്ടാകുന്നത്. രുദ്രാക്ഷം ഞാൻ വെച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞു മാഞ്ഞു പോകും, അതൊക്കെ പിന്നെ മായയാണ്. മാഞ്ഞിട്ടില്ല, ഇപ്പോഴും വെച്ച് സൂക്ഷിക്കുന്നുണ്ട്. പത്തർലേവോ, എൻ്റെ കൂടെയുള്ള ആളിന് ഹിന്ദി മനസ്സിലായില്ല. കല്ല എടുത്തു കൊടുത്തത് പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് കിട്ടി. അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ശിവരാത്രി ഇടുന്ന സെക്ടർ 6 അമൃതാനന്ദദേവി മാഡത്തിൻ്റെ സെക്ടറിൽ 6 ഭക്ഷണം കാര്യങ്ങളും എല്ലാം നല്ല ട്രീറ്റ്മെൻറ്റ് എല്ലാം കിട്ടുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ശിവരാത്രി ഇടുന്ന രാവിലെ ഒരാൾ വന്നു, ഒരു അവധൂതൻ വന്നു. ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ പോയില്ല. നമ്മളൊരു ഗസ്റ്റായിട്ട് അവിടെ ഇരിക്കുക. നമ്മളിങ്ങനെ കാണുന്നവരെ ഇങ്ങനെ സ്വീകരിക്കാൻ പോയാൽ അവിടുന്ന് നമ്മളോടും കൂടെ പോകാൻ അപ്പം ഞങ്ങളാരും മൈൻഡ് ചെയ്യില്ല. എൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ട് MD ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോഴും. ആ കക്ഷിയുണ്ട്. കുറേ നേരം 2 മണിക്കൂർ ഞങ്ങൾ രണ്ടുപേരും കൂടെ വായി നോക്കി അവിടെ ഇരിക്കുക, ആൾക്കാർ പോകുന്നോ വരുന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഈ ആൾ അവിടെ വന്ന് ഇരിക്കുക. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്നില്ലല്ലോ. അടുത്ത് നോക്കി ഹിന്ദിയിലൊക്കെ സംസാരിച്ചു. അടുത്ത് നോക്കി അപ്പോൾ പറഞ്ഞു പേരെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൃഷ്ണൻ എന്നാന്ന് പറഞ്ഞു. അപ്പം മുടി രുദ്രാക്ഷം കെട്ടിയിട്ടുണ്ട്, കയ്യിൽ ഇതുപോലെയൊക്കെ ഉള്ളതുണ്ട്, പിന്നെ രുദ്രാക്ഷം ഇട്ടിട്ടുണ്ട്, ഒരു പ്രത്യേക ഡ്രസ്സാണ്. ആ ഫോട്ടോ ഞാൻ രാഹുലിന് ഇട്ട് തരാം, ഗോപാലകൃഷ്ണൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. 600 വയസ്സിന് മേളിലുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. നിങ്ങളെ കാണാനെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഇത് തന്നെയാണെന്ന്. പിന്നെ അവനൊരു ബഞ്ച് മയിൽപ്പീലി സൃഷ്ടിച്ചു കൊടുത്തു. എൻ്റെ കൂടെ ഉള്ളവൻ ശ്രീകൃഷ്ണ ഭക്തനാണ്, ഡിസൈൻ ഒക്കെ ചെയ്യുന്നവർക്കാണ്. അപ്പോൾ അവൻ പിടിച്ച മനസ്സിൻ്റെ ഉടമസ്ഥനാണ്. എന്നെ ഫോളോ അപ്പ് ചെയ്ത് വന്ന് ഒരു ബഞ്ച് ഞാൻ ചോദിച്ചിട്ട് എനിക്കൊന്നും തന്നില്ല. ഒരു മയിൽപ്പീലി തന്നെനിക്ക്, ബാക്കിയെല്ലാം ഒരു കുടുന്ന മയിൽപ്പീലി കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഈ വേഷം കെട്ടി വന്നത് എന്തിനാ? ഓടക്കുടലുണ്ട്, മയിൽപ്പീലിയുണ്ട്, രുദ്രാക്ഷമുണ്ട്, ഇത് വിരോധാഭാസമല്ലേ എന്ന് ഞാൻ ഹിന്ദി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കൃഷ്ണ മഹാദേവ് സബ് ഏക് ഹേ മാതാജി, കൃഷ്ണനും ശിവനും ഒക്കെ ഒന്നാണെന്ന്. എന്നിട്ട് അതിമനോഹരമായ രീതിയിൽ ഓടക്കുഴൽ വായിച്ച് കേൾപ്പിക്കുക ഞങ്ങളെ അവിടെ.
ഇത് കഴിഞ്ഞ് രാത്രിയിൽ ആ ശിവരാത്രിയുടെ ഫംഗ്ഷൻ അവിടെ നടക്കും. അപ്പോൾ ഇദ്ദേഹം നൃത്തം ചെയ്യും അവിടെ നിന്ന്, ഞങ്ങളുടെ കൂടെ നിന്ന്. ഞങ്ങളെ അവിടെ നിന്നൊരു വണ്ടിയിൽ ഞങ്ങളുടെ വലിയ ബസ് കിടക്കുന്നിടത്ത് കയറ്റി വിടുന്നിടം വരെ ഈ മനുഷ്യൻ അവിടെ നിന്നു. ആദ്യം കണ്ണ് തീരെ ചെറുതായിട്ടാണ്. അപ്പം ഞാൻ ഈ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു, എടാ ഇത് പ്രഭാകര സ്ഥിതിയെ വല്ല ശവമായിരിക്കും പിടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്, പരകായ വിദ്യ ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും ബോഡിയിലല്ലേ. അപ്പം അമ്മ കണ്ണൊക്കെ തീരെ ചെറുതാണ്. ഞാൻ പറഞ്ഞാൽ ആ കണ്ണൊക്കെ തീരെ, പക്ഷേ രാത്രിയായപ്പോഴത്തേക്ക് കണ്ണെല്ലാം നല്ല വികസിച്ച് നല്ല, എന്നിട്ട് പറഞ്ഞു നീ അവിടെ തന്നെ ഇരിക്കണം, എൻ്റെ ആശ്രമം വിട്ട് പോകരുത്, എൻ്റെ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഇവിടെ കിട്ടി, നീ അവിടെ തന്നെ ഇരിക്കണം, എൻ്റെ ആശ്രമം വിട്ട് പോകരുത്, ഇതുപോലെ നടത്തിക്കോ, പക്ഷേ അത് ഉപേക്ഷിക്കരുത് അവിടെ എന്ന് പറഞ്ഞു. നമ്മുടെ സ്ഥാനം അത് എന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യയിലാണ് പറയുന്നത്. ഞാനെങ്കിൽ പോന്നു, ഞങ്ങൾ എന്തായാലും യാത്രയായി ഇങ്ങനെ തിരിച്ചു വന്ന് ഞാനിവിടെ വന്ന് മോക്ഷം നേടിയല്ലോ, ഇനി ഒന്നും നേടാനില്ലല്ലോ. എൻ്റെ മനസ്സിലെ ചിന്ത ഞാൻ പറയാം രാഹുലിനോട്, 144 വർഷം കൂടിയിട്ട് കുംഭമേള കൂടി എൻ്റെ പാപഫലങ്ങളെല്ലാം തീർന്ന് രാജ്യത്തിന് തീർന്ന് ഇനി ഞാൻ സ്വസ്ഥമായിട്ടിരിക്കാം മോക്ഷത്തിന്. അങ്ങനെ ഞാൻ കഥ കടച്ച് അവിടെ ഇരിക്കുക. ആദ്യം കോണ്ടാക്റ്റ് ഒന്നും ആരുമായിട്ടും ഇല്ല, മോക്ഷം കിട്ടിയില്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാൻ പുറത്തേക്ക് പോകും. അങ്ങനെ മഴമാസം വന്നു, ആരും എന്നെയായിട്ട് കാണാനും വരുന്നില്ല, ഒത്തിരി കാണാൻ വരുന്നില്ല. ഇങ്ങനെ പോയി എന്നുള്ള എല്ലാവരും അറിഞ്ഞു, ആരും കാണാനും വരുന്നില്ല, വലിയ കോണ്ടാക്ട് ഞാൻ വിചാരിച്ചെങ്കിലല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഒരുപാട് ഈ ലാ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ രാഹുലിനെ കാണുമെന്ന് എനിക്ക് തോന്നിയ രാഹുൽ എൻ്റെ മുമ്പിൽ വരും. എനിക്കറിയാം, ഞാൻ എൻ്റെ അഹങ്കാരം പറയല്ല, എൻ്റെ മനസ്സിൻ്റെ കപ്പാസിറ്റി അത്രയ്ക്ക് ഫാക്കൽറ്റിയാണ്. കാര്യം നമ്മൾ ഈ ബ്രഹ്മവസ്തുവായിട്ട് യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് കോണ്ടാക്റ്റാണ്. നമുക്ക് വേറെ സെൽഫിഷായിട്ടുള്ള മോട്ടീവ് ഒന്നുമില്ല. സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ബ്രേക്കാക്കും യൂണിവേഴ്സ്. അപ്പോൾ എനിക്ക് ജനങ്ങളെ കാണണ്ടെന്ന് തോന്നി ജനങ്ങൾക്കും കാണണ്ട, ഞാൻ അവിടെ ഇരിക്കുക. അങ്ങനെ വന്ന് വെളുപ്പിനെ 5 മണിക്കും ചുരുക്കി പറയുക. ആ മഴ മാസം അങ്ങോട്ട് മെയ് പകുതിയായപ്പോൾ മഴ തുടങ്ങി. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്ന് ധ്യാനിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഓരോ വാക്കുകൾ പ്രോംപ്റ്റ് ചെയ്യുക. ഇങ്ങനെ ആരോ എന്നൊക്കെ ഏതാണ്ട് പറഞ്ഞു തരുന്നു. എൻ്റെ മേശയിടും, എൻ്റെ റൂമിൽ ഞാൻ ഗംഗയിൽ പോയിട്ടുണ്ട്, കാശി പോയിട്ടില്ല, ഗംഗയിൽ പോയിട്ടുണ്ട്, പിന്നെ ഋഷികേശിൽ പോയിട്ടുണ്ട്. അവിടെ ഒന്നും ഇല്ലാത്ത രീതിയിലൊരു പരമശാന്തതയാണ് എനിക്ക് എൻ്റെ മേശയുടെ മുമ്പിൽ. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ എനിക്കിങ്ങനെ ബേഡിങ് കിട്ടുക. ഞാൻ എഴുതുക, ഇങ്ങനെ എഴുതി. ഇപ്പം ആദ്യമൊക്കെ ചെറിയ കടലാസുകളിൽ എഴുതി, പിന്നെ അത് കഴിഞ്ഞിട്ട് പകൽ സമയത്ത് ഞാൻ രാവിലെ 5 തൊട്ട് 6 വരെയൊക്കെ കിട്ടത്തുള്ളൂ. അതെൻ്റെ ധ്യാന സമയമാണ്. ഞാനിത് പിന്നെ അത് ഒത്തു നോക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടുതലായി വാക്കുകൾ 10 പേജ് 15 പേജായപ്പോൾ ഞാൻ DTP എടുപ്പിച്ചു. അത് കഴിഞ്ഞ് 20 പേജായി കഴിഞ്ഞപ്പോൾ സംഭവം എന്തുവാ, ഞാൻ ചോദിച്ചതാണ് കിട്ടിയേക്കുന്നത്. ഫോർമേഷൻ ഓഫ് യൂണിവേഴ്സാണ്. ആ കോൺഷ്യസ്നെസ് മാത്രമേ ഉള്ളെന്നാണ് ഈ എഴുതിയത്. ഇതിനകത്തുണ്ടത് കോൺഷ്യസ്നെസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ ഇല്ല. ഈ അദ്വൈതം പറയാനുണ്ട്, നമ്മൾ പറയുന്ന ആ അദ്വൈതം മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കണം. എനർജിയുടെ ഫോർമേഷൻ ഉണ്ടാവുക, ഡിസയർ ഓഫ് ദി കോൺഷ്യസ്നെസ്സിന് മാത്രമാണ് ഈ ഭൂമണ്ഡലം ഉണ്ടാകാൻ കാരണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഞാൻ പിന്നെ എടുക്കാം പുസ്തകം. അപ്പോൾ ഈ എഴുതുന്ന മുഴുവനും എന്താണ്, ഈ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഭാഗവതത്തിൽ നിന്നാണ്. വോയിസ് ഓഫ് ഗോഡ് എന്ന് പറയാൻ ബ്രഹ്മദേവന് ഡിപ്രഷൻ ഉണ്ടാവുക. ബ്രഹ്മദേവൻ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് ഇരിക്കുകയാണ്. ആ ബ്രഹ്മദേവന് കിട്ടിയതാണ് ഈ വോയിസ് ഓഫ് ഗോഡ്. ഭാഗവതത്തിൽ ഇതാണ്. താ പാ 2 അക്ഷരമാണ് കിട്ടുന്നത് മെഡിറ്റേറ്റ് ചെയ്യാൻ. അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ട് 1000 ആണ്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷ്വലൈസ് ചെയ്യുക മഹാവിഷ്ണുവിൻ്റെ ലോകം. അതാണ് ഭാഗവതം. ഭാഗവതം 4 വരിയാ, ചതുർശ്ലോകി ഭാഗവതം. അഹമേ വാസമേ വാഗ്രേ നാന്യ സത സത്പരം പശ്ചാത്തകം ഏതച്ചയോ സ്വ അവശിഷ്യതേ അസ്മ്യഹം. അതാണ് സംസ്കൃതം. ഐ റിമെയിൻ, ദി യൂണിവേഴ്സ് വിൽ മേർജ് ഇൻ മീ, ദെൻ വൈ യു ഫിയർ എന്നാണ് ബ്രഹ്മാവിനോട് ചോദിക്കുന്നത്. നല്ല ഭംഗിയായ ഘടനയിൽ, നല്ല ഭംഗിയായ ഇംഗ്ലീഷിൽ ഒഴുകി എത്തുവാണ്. എഴുതി വന്ന് എഴുതുമ്പോഴത്തേക്ക് യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായെന്നുള്ളത് മനസ്സിലായി. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പം ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ മൗലികമായ സത്തയാണ്, നീയും ആ സത്തയാണ്. അപ്പം ഈ മൗലികമായ സത്ത എന്താണെന്ന് എനിക്ക് പിടികിട്ടുണ്ട്, എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ എനിക്കിങ്ങനെ ഒരു പ്രോംപ്റ്റ് ചെയ്ത് കിട്ടുന്നത് ആ യൂണിവേഴ്സൽ മൈൻഡിന്. അവിടെ അങ്ങ് ഒരു മനുഷ്യരിൽ കോരിച്ചൊരിയുന്ന മഴ എഴുതിക്കഴിഞ്ഞ് നോക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്ന ഈ ഇൻഫർമേഷൻ. ഇത് വേറൊരു ലോകത്തു നിന്നാണ് എനിക്ക് കേൾക്കാം. എനിക്ക് ഈ വോയിസ് ഇങ്ങനെ കേൾക്കാം, ഇങ്ങനെ വരുന്ന ഓരോന്നും ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എനിക്ക് കേൾക്കാം. അങ്ങനെ അത് ഞാനൊരു 10-30 പേജ് എഴുതിയപ്പോഴത്തേക്ക് ഈ ബ്രഹ്മദേവന് കിട്ടുന്ന അത് ഒള്ളിയായി റിമെയിൻ എന്നുള്ളതാണ്. അപ്പോൾ സർവം കലിത ബ്രഹ്മമെന്നോ ബ്രഹ്മവിവാഹം അസ്മിയെന്നോ ഇതിനെല്ലാം ഒത്തിരി വഴി നമ്മൾ പറയത്തില്ലേ, പിന്നെ എല്ലാം ഒന്നാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ബാഹ്യമായതല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം കോൺഷ്യസ്നെസ്സാണിത്.
ബോധമാണ് നമുക്ക് പ്രപഞ്ചം ഉണ്ടെന്ന് കാണിക്കുന്നത്. ചത്ത ശവത്തിന് കിട്ടത്തില്ലല്ലോ. ഞാൻ ഈ പകലിങ്ങനെ ആലോചിക്കും, എനിക്കറിയാം, വായിച്ചറിയാം, പക്ഷെ ഇത് രണ്ടും കൂടെ ഞാനിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നോക്കും. ഈ പറഞ്ഞത് ശരിയാണോ ഞാനിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും. അപ്പം ബോധം, കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രപഞ്ചം ഉള്ളത്. ചത്ത ശവത്തിന് പ്രപഞ്ചം ഇല്ലല്ലോ. അപ്പം ഈ കോൺഷ്യസ്നെസ് എന്തുകൊണ്ട് കിട്ടാത്തതെന്ന് എനിക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡാണ് അതിൽ നിന്നുണ്ടായത്. ആദ്യം ഉണ്ടാകുന്ന എന്നത് ശബ്ദബ്രഹ്മമാണ്. അതാണ് ബ്രഹ്മാവിനെ പറയുന്നത്. പിന്നെയാണ് ഈ ബ്രഹ്മം, നമ്മുടെ അക്ഷരബ്രഹ്മം. ആ അക്ഷരങ്ങൾ മുഴുവനും വളരെ ഡിവിനിറ്റി ഉള്ളതും ചൈതന്യമുള്ളതുമാണ് മേൽത്തട്ടിൽ, ഹയർ എല്ലത്തിൽ എന്ന് വേണം പറയാൻ. അപ്പോൾ താഴേക്ക് വരുമ്പം പൊല്യൂട്ടഡ് ആയിട്ട് അക്ഷരങ്ങളുടെ ശക്തി കുറയുകയാണ്. പൊല്യൂഷൻ വരുന്നത് എന്താണെന്ന് പറയുന്നത് ഈ മൈൻഡിന് പൊല്യൂഷൻ ഉണ്ടാവുക മനുഷ്യൻ്റെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി, അതായത് പ്രകാശമാണ് ഇത് മുഴുവനെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എവിടെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. വേറെ ഇതിനകത്ത് സമാനമായ പ്രമാണം കൊടുക്കാതിരുന്നാൽ ഞാനിത് എഴുതി വെച്ചിട്ട് എവിടെങ്കിലും കാണിച്ചാൽ പണ്ഡിതന്മാർ വിടുക. അപ്പം ഞാൻ ഭഗവത്ഗീത ഉപാസിക്കുന്നുണ്ട്. ഭഗവത്ഗീത എടുത്തപ്പോഴേ ഭഗവത്ഗീതയുടെ 6-ാം അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം അന്ന് വരെ എൻ്റെ കണ്ണിപ്പെട്ടിട്ടില്ല രാഹുലെ. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. ഞാൻ പ്രകാശമാണെന്ന് ഇത് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ട് നടന്നു. ബ്രഹ്മം പ്രകാശമാണ്, ആത്മപ്രകാശമാണ്. ആ പ്രകാശമാണ്. ഇവരെല്ലാം പ്രകാശാത്മാക്കളാണ്. സിദ്ധന്മാരും അയ്യപ്പൻ പോലും മകരജ്യോതി തെളിയുന്നെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി. അയ്യപ്പനാ വരുന്നത്.